ദോഹയിലെത്തിയപ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റിന്റെ ബോർഡിംഗ് തുടങ്ങിയിരിക്കുന്നു. 8 മണിക്കൂർ യാത്ര ചെയ്തപ്പോഴേക്കും വാഷ്റൂമിൽ പേപ്പറുകൾ മാത്രം, വെള്ളം കാണാനില്ല. മസ്കറ്റിൽ നിന്നും ദോഹയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റാണ്. 1 മണിക്കൂർ 35 മിനിറ്റുമാണ് യാത്രാ ദൈർഘ്യമായിട്ട് ടിക്കറ്റിൽ കാണിക്കുന്നത്. ടേക്ക് ഓഫ് കഴിഞ്ഞ് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഭക്ഷണ വിതരണത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഈ ഫ്ലൈറ്റിൽ പക്ഷേ ഡിസ്പ്ലേ ഒന്നുമില്ല. ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന അനുഭൂതി. ഡിസ്പ്ലേ ഇല്ലെങ്കിലും എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഷോകളും മറ്റും കാണാം. ഭക്ഷണം വന്നു. ചെറിയ സൈഡ് ഡിഷ് പോലത്തെ ഒന്നാണ്. നടുവിൽ ഈ കാണുന്നത് ഇല കൊണ്ടുണ്ടാക്കിയ വിഭവമാണ്. മറ്റുള്ളതിന്റെയും പേരുകളൊന്നും എനിക്കറിയില്ല, പക്ഷെ രുചികരമായിരുന്നു. പിന്നെ ബിസ്ക്കറ്റും ജ്യൂസും കൂടെയുണ്ട്. ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് ദോഹ എയർപോർട്ടിനടുത്തെത്തി. നഗരത്തിന്റെ കാഴ്ചകൾ കാണാം. ഖത്തർ സമയം 12:04 ആയപ്പോൾ ഫ്ലൈറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി ഖത്തർ സമയം 1:10 ഇവിടുന്ന് കസാബ്ലാങ്കയിലേക്ക് ഫ്ലൈറ്റ്. ഇടക്ക് കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിൽ ചെറുതല്ലാത്ത ടെൻഷൻ ഉണ്ട്. ഒരുപക്ഷെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഫ്ലൈറ്റിൽ നിന്നിറങ്ങി നേരെ ബസ്സിലേക്കാണ്. എയറോ ബ്രിഡ്ജ് വഴിയല്ല എയർപോർട്ടിലേക്ക് പോകുന്നത്. അതും വൈകാൻ വീണ്ടും ഒരു കാരണമാകും. ഇനി ഇവിടെയും സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാകുമോ എന്ന ആശങ്കയും മനസ്സിലുണ്ട്. കുറച്ച് യാത്ര ചെയ്തപ്പോൾ ബസ് നിർത്തി. ട്രാൻസിറ്റ് യാത്രക്കാർ ഇവിടെ ഇറങ്ങണമെന്ന് അനൗൺസ്മെന്റ് വന്നു. ഓരോരുത്തരും ധൃതിയിൽ ഇറങ്ങി. ഞങ്ങളെപ്പോലെ അടുത്ത ഫ്ലൈറ്റിലേക്ക് കുറഞ്ഞ സമയമുള്ളവരോ അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റിൽ നിന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കാം. വേഗം ചെന്ന് തൊട്ടടുത്ത സ്ക്രീനിൽ ഞങ്ങളുടെ ഫ്ലൈറ്റിന് ഗേറ്റ് ഏതാണെന്ന് കണ്ടെത്തി ധൃതിയിൽ നടന്നു. ഇവിടെ ഭാഗ്യത്തിന് സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. ദോഹ എയർപോർട്ട് വിശാലമായൊരു എയർപോർട്ടാണ്. നടന്നെത്താൻ നല്ല സമയമെടുക്കും. ഈ എയർപോർട്ടിനെ വിശദമായി കാണാനുള്ള ഭാഗ്യം ഇപ്പോഴില്ല, പിന്നീടാവാം. ബോർഡിംഗ് ഗേറ്റിനടുത്തെത്തി. ബോർഡിംഗ് ആരംഭിച്ചിരിക്കുന്നു. പാസ് കാണിച്ച് പെട്ടെന്ന് തന്നെ അകത്ത് കയറി. ബസ്സിൽ കയറി വിമാനത്തിനടുത്തേക്ക്. ഖത്തർ എയർവേസിന്റെ ഒരുപാട് വിമാനങ്ങൾ പുറത്ത് കാണുന്നുണ്ട്. എനിക്ക് പോകേണ്ട ഫ്ലൈറ്റിനടുത്തെത്തി. റോയൽ എയർ മൊറോക്കോയുടെ ഫ്ലൈറ്റ് ആണ്. അകത്ത് കയറി സീറ്റ് കണ്ടെത്തി. ആദ്യമായാണ് ഇത്രയും വലിയ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. ഒരു പുതപ്പും തലയിണയും ഒക്കെ നേരത്തെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീനിൽ യാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. 3 റോകളിലായി സീറ്റുകളുള്ള ഫ്ലൈയിങ് മെഷീനാണ് ഇത്. ടിക്കറ്റിൽ ഖത്തർ എയർവേസിന്റെ നമ്പറും ലോഗോയും ആണെങ്കിലും ഈ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റോയൽ മൊറോക്കോയുടെ ഫ്ലൈറ്റ് ആണ്. പരസ്പരമുള്ള ടൈപ്പിന്റെ ഭാഗമായിരിക്കാം. ഇന്ന് സുബഹിക്ക് മുമ്പ് തുടങ്ങിയ യാത്രയല്ലേ, ചെറുതായ ക്ഷീണമുണ്ട്. ടേക്ക് ഓഫിന് മുമ്പെയുള്ള ഡെമോൺസ്ട്രേഷൻ എല്ലാം സ്ക്രീനിൽ തന്നെയാണ് കാണിക്കുന്നത്. അറബിയിലും ഇംഗ്ലീഷിലുമാണ് അനൗൺസ്മെന്റ് ഉള്ളത്. 1:41 ആയപ്പോഴേക്കും ടേക്ക് ഓഫ് ചെയ്തു. ലൈറ്റ് എല്ലാം ഓഫ് ആണെങ്കിലും സ്ക്രീനിന്റെ ലൈറ്റുകൾ പ്രകാശിക്കുന്നത് കാണാം. നല്ല ക്ഷീണമുണ്ടായത് കൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഉറങ്ങി. ഉറങ്ങി ഉണർന്നപ്പോഴേക്കും ഭക്ഷണം വരുന്നു. ബെന്ന്, കേക്ക്, യോഗേട്ട്, സലാഡ്, പിന്നെ ചിക്കനും വെജിറ്റബിളും കൊണ്ടുള്ള ഒരു മെയിൻ കോഴ്സുമാണ് ഉള്ളത്. 8 മണിക്കൂറും 20 മിനിറ്റുമാണ് ഈ യാത്രയുടെ ദൈർഘ്യം ടിക്കറ്റിൽ കാണിക്കുന്നത്. ആദ്യമായാണ് ഞാൻ ഇത്ര ദൈർഘ്യമുള്ള ഒരു വിമാനയാത്ര നടത്തുന്നത്. രാത്രി ആയതുകൊണ്ട് ശരിക്കും ഉറങ്ങി. ഇടക്ക് ഉണർന്നും പിന്നെ ഉറങ്ങിയും നേരം സുബഹിയോടടുത്തു. വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി. പിന്നെ വുളു എടുത്തു. സുബഹിയുടെ സമയമായപ്പോൾ ഇരുന്ന് തന്നെ നിസ്കരിച്ചു. സമയത്തെ മാനിച്ചുകൊണ്ടുള്ള നിസ്കാരമാണത്. അത് പിന്നെ മടക്കേണ്ടി വരും. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഭക്ഷണ വിതരണം തുടങ്ങിയിരിക്കുന്നു. എനിക്കും കിട്ടി. ഒരു കേക്കും സാൻഡ്വിച്ചും യോഗേട്ടും ജ്യൂസുമാണ് വിഭവം. ഫ്ലൈറ്റ് കസാബ്ലാങ്ക എയർപോർട്ടിന് അടുത്തെത്താനായി. രാവിലെ 7:49 ആയപ്പോഴേക്കും കസാബ്ലാങ്ക എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ലക്ഷ്യസ്ഥാനത്ത് അടുക്കുംതോറും സമയം പിന്നോട്ടാണ് പോയിരുന്നത്. നാട്ടിലെ സമയം ഇപ്പോൾ ഉച്ചക്ക് 12:20 ആയിട്ടുണ്ടാവും. ഫ്ലൈറ്റിന് പുറത്തിറങ്ങി. അൽഹംദുലില്ലാ, അങ്ങനെ മഗ്രിബിലെത്തി. ഇത്ര ദൂരം കൊണ്ടുവന്ന ഫ്ലൈയിങ് മെഷീനെ ഒന്നുകൂടെ നോക്കിയിട്ട് ബസ്സിൽ കയറി. ഇദ്ദേഹത്തെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് പരിചയപ്പെട്ടിരുന്നു. ചൈനക്കാരനാണ്. മൊറോക്കോയിൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ജോലിക്കാരുമുണ്ട്. ലീവിന് നാട്ടിൽ പോയി തിരിച്ചു വരികയാണ് ഇദ്ദേഹം. ഇനിയാണ് രസം. ഈ കുപ്പിയിൽ വെള്ളമെടുക്കുന്നത് കുടിക്കാനല്ല, വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ടോയ്ലറ്റിലൊന്നും വെള്ളം ലഭിക്കില്ല, പേപ്പർ മാത്രമേ ലഭിക്കൂ. ഇനി അങ്ങോട്ട് യാത്രയിൽ നേരിടുന്ന വെല്ലുവിളിയും അതുതന്നെയാണ്. ഇനി ഇമിഗ്രേഷൻ കഴിയണം. മഹാന്മാരുടെ ചാരത്തെത്താനായി ഇത്ര ദൈർഘ്യം യാത്ര ചെയ്തു വരുന്ന ഉസ്താദിനെ ബഹുമാനത്തോടു കൂടി നോക്കിയിരുന്നു. ഇമിഗ്രേഷന് വേണ്ടി വരി നിൽക്കുകയാണ്. വിസ, ഹോട്ടൽ ബുക്കിംഗ്, ടിക്കറ്റ്, പാസ്പോർട്ട് എന്നിവയൊക്കെയാണ് ഇവിടുന്ന് ചോദിച്ചത്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ബഗേജ് എടുക്കണം. നാട്ടിൽ നിന്ന് മൊറോക്കോയിലെത്തിയത് 3 ഫ്ലൈറ്റുകൾ കയറിയാണ്. ഒരുപക്ഷെ ലഗേജ് മിസ്സാവാനും സാധ്യതയുണ്ട്. മിസ്സായാൽ ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിലും ഇത്തരം യാത്രകളിൽ അത് വലിയ ബുദ്ധിമുട്ടാകും. ബഗേജ് കിട്ടി, അൽഹംദുലില്ലാ. എയർപോർട്ടിന് പുറത്തിറങ്ങി. രാവിലെ 9:51 സമയം. മൊറോക്കോ എത്തിയ ഉസ്താദിനെ സ്വീകരിച്ചു. ലഗേജുമായി ഇനി ബസ്സിലേക്കാണ് നടത്തം. മൊറോക്കോ മുഴുവൻ ബസ്സിലാണ് കറങ്ങുന്നത്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് എയർപോർട്ടിന് പുറത്തിറങ്ങുമ്പോൾ സിം വിൽക്കുന്ന കൗണ്ടറുകൾ കാണാം. 3 കമ്പനിയുടെ
ഓരോ കൗണ്ടറുകളാണ് കണ്ടത്. ഞാനും ഒരു സിം എടുത്തു. $12 ഒരു സിമ്മിന്റെ വില. ഒരു മാസത്തെ കാലയളവിൽ 15 GB ആണ് അതിലുണ്ടാവുക. യാത്രക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് പുറത്ത്. തണുപ്പാണ്, ശക്തമല്ല. എന്റെ ബാഗിൽ നിന്ന് പവർ ബാങ്കും ചാർജിംഗ് വെയറുകളെല്ലാം പുറത്തെടുത്തു. ഇനി ബാഗുകളെല്ലാം ബസ്സിനടിയിലായിരിക്കും. എമർജൻസി ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കയ്യിൽ കരുതുകയും വേണം. ലഗേജ് എല്ലാം ബസ്സിനടിയിൽ വെച്ച് ബസ്സിൽ കയറി ഇനി മൊറോക്കൻ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. അതിമനോഹരമായ രാജ്യമാണ്. ഒരുപാട് മഹാന്മാരുടെ അടുത്തേക്കും പോകുന്നുണ്ട്. ആ കാഴ്ചകളെല്ലാം അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഒരു കാര്യം കൂടെ, ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ശുദ്ധജലത്തിന് പ്രയാസപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. ഒരു ഗ്രാമത്തിലേക്കുള്ള ശുദ്ധജല പദ്ധതി ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമല്ലോ. വീണ്ടും കാണാം.